സംസ്ഥാന ഉപാധ്യക്ഷരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്വീകരണം നൽകി ബി.ജെ.പി. തൃശൂർ ജില്ലാ കമ്മിറ്റി. അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, മേഖലാ സെക്രട്ടറി എ. നാഗേഷ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ വിജയിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ തൃശ്ശൂരിന് ഇരട്ടി മധുരം. അതായത് 4 സംസ്ഥാന ഭാരവാഹികളെയാണ് തൃശ്ശൂരിന് ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ശോഭാ സുരേന്ദ്രൻ, 2 സംസ്ഥാന ഉപാധ്യക്ഷന്മാർ, അതായത് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ, ഒപ്പം തന്നെ മേഖലാ പ്രസിഡന്റായിട്ട് എ. നാഗേഷും വരുന്നു. നമുക്ക് ഇവരോട് തന്നെ ആ സന്തോഷം പങ്കുവയ്ക്കാം, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താണ് പുതിയ സ്ഥാനലബ്ധിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്? വരാനിരിക്കുന്നത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ്. നാളിതുവരെ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മേൽക്കോയ്മയായിരുന്നു. ആ മേൽക്കോയ്മയെ തകർത്ത ഒരു ബി.ജെ.പി. രാഷ്ട്രീയത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാണ് തൃശ്ശൂർ. സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയവും മാറാൻ പോവുകയാണ്. തൃശ്ശൂരിൽ എങ്ങനെയാണോ ബി.ജെ.പി. 75,000 മുകളിൽ വോട്ടിൽ സുരേഷ് ഗോപി എന്ന കേരളത്തിലെ ബി.ജെ.പിയുടെ MP-യെ വിജയിപ്പിച്ചത്, ആ വിജയം ബി.ജെ.പിയുടെ സുനിശ്ചിതമായ കേരളത്തിലെ വിജയമായി മാറുകയാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂർ ആവർത്തിക്കും. തൃശ്ശൂരിലും കേരളത്തിലും ആവർത്തിക്കും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇതുവരെ മാറാത്തത് ചിലത് മാറും എന്നതാണ് ബി.ജെ.പിയുടെ മുദ്രാവാക്യം. എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർത്ത് എല്ലാ സമൂഹത്തിലെ അവാന്തര വിഭാഗങ്ങളെയും ഒരുമിച്ച് നിലനിർത്തി ചേർത്തിപ്പിടിച്ച് വികസനമുണ്ടാവണമെന്ന കാഴ്ചപ്പാടിൽ, വികസിത കേരളമെന്ന ചിന്തയിൽ ആ പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇന്ന് പ്രവർത്തനത്തിൻ്റെ ആ ഭാരവാഹി പട്ടിക തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ മേഖലകളിലെയും പ്രവർത്തകരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു, എല്ലാ വിഭാഗത്തിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഒരുമയോടുകൂടി, ഒരു കാഴ്ചപ്പാടോടുകൂടി പാർട്ടിയെ ബലപ്പെടുത്തുവാനും മുന്നോട്ട് നയിക്കുവാനും വിജയം വരിക്കുവാനുമാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. അദ്ദേഹം ഞങ്ങളെ എന്നെ ഏൽപ്പിച്ച, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരെ ഏൽപ്പിച്ച ആ ദൗത്യം ഞങ്ങൾ പരിപൂർണമായും നിർവഹിക്കും. എല്ലാ അർത്ഥതലങ്ങളിലും സംസ്ഥാന പ്രസിഡന്റിൻ്റെ കൂടെ ആശയത്തിനും ആദർശത്തിനും അതുപോലെ തന്നെ സാമൂഹ്യ സേവനത്തിനും രാഷ്ട്രീയ മൂവ്മെൻറ്റിനും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു വലിയ പടയണി ഉണ്ടാക്കുമെന്നുള്ളതിൽ തർക്കമില്ല. വളരെ വലിയ പ്രതികൂല കാലാവസ്ഥയായിരുന്നു, വലിയ ബുദ്ധിമുട്ടുകളുള്ള സമയം. അതായത് ആരും ജയിക്കില്ല എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അവിടെ ജയിപ്പിച്ച് കാണിച്ച, ലോക്സഭയിലേക്ക് ജയിപ്പിച്ച് കാണിച്ച ആ ഒരു വ്യക്തി നമ്മളോടൊപ്പം ചേരുകയാണ്. അന്നത്തെ ജില്ലാ അധ്യക്ഷനും പുതിയ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ചുമതല ഏറ്റെടുത്തിട്ടുള്ള അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ചേരുകയാണ്. എന്തൊക്കെയാണ് തൃശ്ശൂർ മോഡൽ നമ്മൾ ഇനി ആവർത്തിക്കുമോ? തീർച്ചയായിട്ടും എപ്രകാരമാണോ തൃശ്ശൂർ പിടിച്ചെടുത്തത് അതുപോലെ കേരളം പിടിക്കുക എന്നുള്ളതാണ് അടുത്ത ഞങ്ങളുടെ ടാർഗറ്റ്. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, വികസിത കേരളമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. ആ വികസിത കേരളം സാക്ഷാത്കരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ മാത്രമേ വികസിത കേരളം സാധ്യമാവൂ. അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ആരംഭിക്കുകയാണ്. തൃശ്ശൂരിൽ നേടിയ പോലുള്ള വലിയ വിജയം സമീപഭാവിയിൽ കേരളത്തിലും ഉണ്ടാകും. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു സെമി ഫൈനലായിരിക്കും. ഫൈനൽ 2026 ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അപ്പോൾ അതിനുതകുന്ന ചുമതലകളാണ് സംസ്ഥാന നേതൃത്വം നിശ്ചയിച്ചിട്ടുള്ളത്. പാർട്ടിയിൽ ചെറിയ ചുമതലകളാണെങ്കിലും വലിയ ചുമതലകളാണെങ്കിലും എല്ലാ ചുമതലയ്ക്കും പ്രാധാന്യമുണ്ട്. വലിയ ഗൗരവത്തോടു കൂടി ആ ചുമതലകൾ ഏറ്റെടുത്ത് പാർട്ടി ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ തൃശ്ശൂർ മേഖല അധ്യക്ഷനായി തെരഞ്ഞെടുത്തിട്ടുള്ള എ. നാഗേഷും നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്. പാർട്ടി സംവിധാനങ്ങളെ ഏത് രീതിയിൽ നയിച്ച് വിജയത്തിൽ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്? തൃശ്ശൂർ പാർലമെന്റ് സീറ്റ് വിജയിച്ച പോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന, ഒന്നിൽ കൂടുതൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന, തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടിയായി ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റുക. അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരെ വിജയിപ്പിക്കുന്ന ജില്ലയായി തൃശ്ശൂർ ജില്ലയെ മാറ്റണം. 6 MLA-മാരെ വിജയിപ്പിക്കാൻ, ആ 6 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധിച്ചത്
10-ൽ കുറയാത്ത MLA-മാരെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. എന്തായാലും തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ഏറെ അഭിമാനമുണ്ട്. പാർട്ടിക്ക് 4 ജനറൽ സെക്രട്ടറി അടക്കം 4 ഭാരവാഹിത്വം കിട്ടിയതിൽ ഏറെ സന്തോഷിക്കുന്നു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ തൃശ്ശൂർ ജില്ലയിലെ ആ വിജയചരിത്രം എല്ലാ മേഖലയിലേക്കും പടർത്താൻ ഞങ്ങൾ പരിശ്രമിക്കും. എന്തായാലും കൂട്ടായ പ്രവർത്തനത്തിലൂടെ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയ ആ വിജയം സംസ്ഥാനമാകെ പടർത്തും. അതായത് കേരളം പിടിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഒപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം നടത്താൻ തയ്യാറെടുക്കുകയാണ് പാർട്ടി എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഈ ഒരു കൂട്ടായ പ്രവർത്തനം മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം സാനു K. സജീവ്, ജനം, തൃശ്ശൂർ.